Salagadoola, machikaboola, bibbidi bobbidi boo. Put 'em together and what have you got? Bibbidi bobbidi boo. Salagadoola, machikaboola, bibbidi bobbidi boo. It'll do magic, believe. Hello guys, welcome back to our channel. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ ഒരു സ്ക്വിഷി മേക്കിംഗ് വീഡിയോ ആണ്. അതായത് ഞങ്ങൾ സ്ക്വിഷി ഉണ്ടാക്കണം. സ്ക്വിഷി ഉണ്ടാക്കാനൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാണ്ട് കുത്തി പൊട്ടിച്ചേക്കട്ടത് എന്ത് ആ ബെല്ലൈക്കൺ കുത്തി അമർത്തി പൊട്ടിച്ചേക്ക്. ഇനി നമുക്ക് നേരെ വിടാനായിട്ട് ഗൈസ്. അപ്പൊ നമ്മളിനി എന്താണ് ഞങ്ങൾ ഇതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. പപ്പ സ്ട്രോബെറിയെ വരച്ചു വെച്ചത്. അവിടെ ഞാൻ കുറെ ഹെൽപ്പ് ഒക്കെ ചെയ്തിരുന്നു. ഞാനൊരു പെൻസിലെ വരച്ചത്. ഹെൽപ്പും ചെയ്തിട്ടില്ല. തള്ളിടാതെ പോകുന്നുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്തു. എന്റേത് ഒരു റിയൽ പെന്നായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതായത് ഞാനിത് വെട്ടി എന്താണ് കളർ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടി ഈ സാധനങ്ങൾ കുത്തിക്കേറ്റിട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക്. ഇനി നമുക്ക് എന്താണ് ഔട്ട്ലൈനും കളറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് കാണാം. അതിൻ്റെ എന്താ ആഫ്റ്റർ ലുക്ക് എന്താ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കുഷിയിലോട്ട് പോവാം. ഗൈസ് ഇവിടെ കൊളായിട്ടോ. അത് ഞാൻ മയക്കാണ്. എൻ്റെ കൊളായിട്ടൊന്നുമില്ല. എന്തേ തീല വരച്ചിരിക്കുന്നത്. ഇവിടെ പെൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളത്തെ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഔട്ട്ലൈനുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കളർ ചെയ്യാൻ പോവാണ്. കളറിങ്ങിന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടിയെടുത്തിട്ടുള്ളത് റെഡ്, പിങ്ക്, പിന്നെ ഹാഷ് കളർ, യെല്ലോ കളർ, പിന്നെ ഗ്രീൻ കളർ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട കളേഴ്സ്. ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട കളേഴ്സ് മാത്രമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള. ഞങ്ങൾ കളറിനോട്ട് പോവാം. ഞാൻ എല്ലാം ഫസ്റ്റ് ഇത് ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ കൂടി കൊടുക്കുക കേട്ടോ. താത്തയാണ് പറഞ്ഞത് സ്ട്രോബെറിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടി എല്ലാവരാണ് കൊടുക്കുക. ഞാൻ ഇനി ഈ ലൈനിൻ്റെ ഉള്ളിൽ കൂടി എന്താണ് പാറ്റേൺ ആയിട്ടാണ് പോണത്. അത് ഇനി ലാസ്റ്റ് നമുക്ക് കാണാം. എന്താണ് ഈ സാധനത്തിൽ വെച്ചിട്ട് ഇതാണ് വെച്ചിട്ടുള്ള. ഇനി ഞാനിവിടെ യെല്ലോ കൊടുക്കാൻ പോവാണ്. എൻ്റെ പിങ്ക് മൊത്തം ഫിനിഷ് ആക്കാണ്. അതുകൊണ്ട് യെല്ലോ കൊടുക്കാം. അപ്പോഴത്തേനും അവളെ യെല്ലോ കഴിയും. എൻ്റെത് കുറച്ച് ടൈം എടുക്കും കേട്ടോ കൈസേ. അത് ശരിയായിട്ട് എൻ്റെ ടൈം എടുക്കും. അപ്പോൾ ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ പിങ്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അറിയാം കേട്ടോ. ഇതിന്റെ അടിയിൽ പെന്നും ഉണ്ട്, ഇതും ഉണ്ട് കേട്ടോ. അയ്യോ ഇത് നേരെ വെക്കട്ടോ. ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഒന്ന് കളർ ചെയ്യാം. അപ്പൊ ഇതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. കുറെ നേരം ഞാൻ കൊടുക്കണം കേട്ടോ. ഗൈസിന്റെ മമ്മിക്ക് തന്ന സാധനം രസല്ലേ ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. ഗൈസ് എൻ്റെ പാറ്റേൺ അപ്പാടൊന്ന് കുളമായി പോയി. അതായത് ഞാൻ ഈ നടുവിൽ യെല്ലോ കൊടുക്കാനായിരുന്നു കരുതിയിരുന്നു. പക്ഷെ അറിയാതെ ഞാൻ അവിടെ പിങ്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ പറയണ്ടല്ലേ, എനിക്ക് അത് പിങ്ക് കൊടുത്തു. പിന്നെ ഇവിടെ
ലൈറ്റ് പീച്ച് കളർ കൊടുക്കാനായിരുന്നു. അപ്പം ഇനിയിപ്പോൾ തൽക്കാലത്തിന് ഇനി യെല്ലോ കൊടുക്കരുത്, ഞാൻ അവിടെ യെല്ലോ കൊടുത്തു. ഇനി അപ്പം ഹാഷ് ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഇനി അത് ചെയ്യാൻ പോണ ഹാഷ്. ഗൈസ് നോക്കി ഞാൻ ചെയ്യുന്നു. ഞാനിക്ക് റെഡ് വരെ ഞാൻ എത്തിയിട്ടോ. എൻ്റെ ബേബി കഴിയുന്ന എനിക്ക് തോന്നുന്നത്. ഗൈസ് എല്ലാവർക്കും അറിയാം എൻ്റെതാ ഫസ്റ്റ്, കാരണം എൻ്റെതാണ് ഈസിയസ്റ്റ്. ഗൈസ് എൻ്റെ കഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗൈസ് ഇത് ഗൈസ് ഇത് കഴിയണില്ല. ഞാൻ ഇത് മഷീനും എനിക്ക് തോന്നിട്ടോ. പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇതുണ്ടോ താത്ത വെട്ടണ നല്ല വൃത്തിക്കുണ്ടല്ലേ. എന്താ എനിക്ക് വൃത്തിയില്ല വേണോ? വേണ്ടി വേണ്ടി കുട്ടനും കുട്ടിയും ആരാണ് ആരാണ് കിരുമാട് എന്നാണ് കിരുമാടിക്കുട്ടനും കുട്ടിയും ആയി അറിയില്ലെങ്കിൽ പിന്നെ പാടേണ്ട വല്ല കാര്യമുണ്ടോ? കിരുമാടിക്കുട്ടനും കുട്ടിയും ഉണ്ട്. എവിടെ വെച്ചത്? ഗൈസ് എന്റെ രണ്ടും വെട്ടി സട്ടാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് ഗൈസ്. കറക്റ്റ് അളവല്ലേ? അളവൊക്കെ കറക്റ്റ്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ പണിടണം. ഇത് അപ്പം എനിക്ക് വട്ടം കഴിയാത്തതുകൊണ്ട് എൻ്റെ ഇത്താത്തയാണ് വെട്ടിത്തരുന്നത് എന്ന് ഞാൻ പറയുന്നു. കൊളായിട്ട് ഇങ്ങനെ പറയാനല്ലേ നടക്കൂല. ഗൈസ് അവള് പേരും കോമഡി ഇട്ടാ ചിരിച്ചത്. കോമഡിക്കാരി എന്തൊക്കെ നിർത്തണം നാളല്ലേ എന്തെന്നപ്പോ അല്ല ഞാനില്ലേ ഹൈസ്കൂളിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാടുന്നുണ്ട്. ഇഷ്ടപ്പെട്ട അങ്ങനെ അപ്പൊ നേരായിട്ടുണ്ട്. എന്റെ നേരായി. ഇനി നമുക്ക് സ്കുഷി മേക്കിങ്ങിലോട്ട് പോവാം. അപ്പൊ എന്താണ് ഞങ്ങളിവിടെ എന്താ കളർ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്റേത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ കളർ ചെയ്ത ഇങ്ങനെ ഇരിക്കട്ടോ. എനിക്ക് പപ്പുന്റെ എല്ലാം ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഈ സ്റ്റിക്കറിന്റെ ഉള്ളിലോട്ട് ഈ സാധനത്തിന് വെക്കണം. ഞാൻ പറഞ്ഞു കേട്ടോ ഇവിടെ എനിക്ക് അങ്ങനല്ല നമ്മളെ കൊണ്ട് കഴിക്കേണ്ടി. ഇനി നമ്മള് ഇതിനിങ്ങനെ തുറക്കാം. ഇത് സ്റ്റിക്കറല്ല, ഒന്നുമല്ല, സ്കുഷിന്ന് പറയാനൊന്നും പറ്റുമോ? അപ്പൊ ഇനി ഞങ്ങള് ആദ്യത്തെ ഒട്ടിച്ചു കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തത് എന്താവാ നോക്കാം. ഞാൻ പല്ലുകൊണ്ട് കടിച്ചു നല്ല തിന്നാൻ ഇഷ്ടമുണ്ട്. അതാണ് നല്ല രസം. നിങ്ങൾ കമന്റ് ചെയ്യാം. അതിന് കാണിച്ചിട്ടില്ലല്ലോ അല്ലേ? സോറി. ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. സ്ട്രോബെറി എടുത്തിട്ടില്ല കേട്ടോ. സ്ട്രോബെറി എടുത്തിട്ട് തിരിച്ച് വെക്കുക. ക്യാമറമാനെ എനിക്കൊരു കാര്യം പറയണ്ട്. ക്യാമറമാൻ
ഗൈസ് അപ്പോൾ പപ്പു അവിടെ അത് ഒന്നുകൂടി സ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ഞാൻ അപ്പോൾ എൻ്റെ ഏകദേശം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഫില്ലാവുന്നുണ്ട്. അയ്യോ അയ്യോ അതല്ല, കുറച്ചും കൂടി ഫില്ലാവാണ്ട് നമ്മളിത് ഫില്ലാക്കണം. ഫില്ലാക്കിയതിന് ശേഷം നമ്മൾ എവിടെ പിന്നെ ഒരു എന്താണ് ട്യൂബ് ഉണ്ടായിരുന്നു. ആ ട്യൂബ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചാൽ മാത്രമേ നമുക്കിത് പെൻസിലാക്കാൻ പറ്റുക. അപ്പം ഇനി അതൊക്കെ സെറ്റാക്കിയിട്ട് ഫൈനൽ ലുക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ എന്താണ് ഞങ്ങൾ സർപ്രൈസ് കാണിച്ചു തരാം. എന്താണ് അപ്പം ഞങ്ങളത് എഴുതി ഫ്ലോപ്പായിരുന്നു. പക്ഷെ ഒന്ന് ശരിയായി വന്നപ്പോൾ നല്ല രസമുണ്ട്. എന്റേതാണ് കുറച്ചും കൂടി വെറൈറ്റി. പെപ്പർ എവിടെയാ? എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് ഇതാക്കി പേപ്പർ വേണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരയാൻ പറ്റും. അപ്പൊ ഗൈസ് ഞങ്ങള് എന്താണ് ഞാൻ എൻ്റെ ഒന്ന് റൈറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ബ്ലോഗിന്റെ പേര് എഴുതുന്നേട്ടാ. കണ്ടോ, ഇത് നമുക്ക് എഴുതാനും പറ്റും. പിന്നെ നമ്മൾക്ക് സ്കുഷിയായിട്ട് ഇങ്ങനെ കളിക്കാനും പറ്റും. അപ്പോൾ ബോറടിച്ച് സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ സ്കുഷിയായി കളിക്കാനും പറ്റും. എഴുതാൻ വരുമ്പോൾ എഴുതാനും പറ്റും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ. അപ്പൊ എന്താണ് പപ്പു ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. കീ ചെയിൻ അവളെ ബാഗുമത്ത് വെക്കാനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ അവളത്. എൻ്റെത് ഞാൻ കാണിച്ചിരുന്നു. അവളത് ആരാ അവിടെ കാണിച്ചിരുന്നില്ല. കണ്ടോ? അപ്പൊ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ കമന്റ് പിന്നെ ബെല്ലൈക്കൺ അമർത്തി പൊട്ടിച്ചിട്ട്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ. ബൈ.